പങ്കെടുക്കുന്നു അമൃത വിദ്യാലയം, കൈമനം, തിരുവനന്തപുരം. രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ലീ വഴിയാരുമേ ഇതു കാലം, കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകാ ഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല, ഭുവനവാസീ ജനം ഭുവനേശ്വരാ പോറ്റി. മഹർഷേ, അതാ ഒരു വിഷസർപ്പം. ഉപദ്രവിക്കണ്ട, അത് ഇഴഞ്ഞു പൊക്കോട്ടെ. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു അല്ലേ മഹർഷി? അതെ, നടന്ന് ക്ഷീണിച്ചു അല്ലേ കുമാരാ? ആ, വിശപ്പുണ്ട്. സ്വാഭാവികമാണത്. മനസ്സിൽ ചിന്തിക്കുമ്പോൾ വിഭവങ്ങൾ മുന്നിലെത്തുന്ന രാജധാനി അല്ലിത്, വനമാണ്. ഇച്ഛിക്കുന്ന ഭക്ഷണം ലഭിക്കാനുണ്ടാവില്ല. സാരമില്ല, ഭക്ഷണേച്ഛ തന്നെ ഇല്ലാതാക്കുന്ന മറ്റൊരു വിദ്യയുണ്ട്. ലൗകിക ജീവിതത്തിൽ ഭക്ഷണേച്ഛ വെടിയുക എന്നാൽ ജീവിതം തന്നെ വെടിയുക എന്നല്ലേ മഹർഷേ? അപ്പോൾ അതുചിതമാണോ? ഉചിതാനുചിത വിചിന്തനങ്ങൾ പിന്നെ. വിശപ്പും ദാഹവും തീണ്ടാതിരിക്കാൻ ഞാനൊരു മന്ത്രം ഉപദേശിക്കാം. ബലയും അതിബലയും. രണ്ടുപേരും അടുത്തേക്ക് വരൂ. ക്ഷീണമാകെ മാറിയല്ലോ. ജ്യേഷ്ഠ, എനിക്കും ആകെ ഒരു ഉന്മേഷം. ശരി, എന്നാൽ നടക്കാം. ഇനി ഒരിക്കലും വിശപ്പും ദാഹവും നിങ്ങളെ അലട്ടുകയില്ല. നമ്മൾ ഇത്രയും ദൂരം കടന്നു വന്ന വനപ്രദേശത്ത് നിന്നും വ്യത്യസ്തമാണല്ലോ ഇവിടം. ഇവിടെ ഒരു ജീവികളെയും കാണുന്നില്ല. അതെ, നിർജ്ജനമാണ് ഈ വനം. ഒരു മനുഷ്യരും ഈ വനത്തിൽ കടക്കാറില്ല. കടക്കുന്നവർ മടങ്ങി പോകാറുമില്ല. ഇത് അതിഭീകര രാക്ഷസിയായ താടക വസിക്കുന്ന വനപ്രദേശമാണ്. താടകയോ? അതാരാ? താടക അതൊരു വലിയ കഥയാണ്. പണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ ചതിച്ചു കൊന്നു. അതിന്റെ പാപം തീർക്കാനായി ഇന്ദ്രൻ സഹസ്ര കലശമാടി. അതിലൂടെ ഒലിച്ചിറങ്ങിയ പാപക്കറ പതിച്ച സ്ഥലം ഇവിടമാണത്. ഇത് ഇന്ദ്രന്റെ അരുളപ്പാടനുസരിച്ച് മരതം, കരുഷം എന്നിങ്ങനെ 2 രാജ്യങ്ങളായി. ഇന്ദ്രകൽപിതമായ നാടും താടകയും തമ്മിൽ എന്താണ് ബന്ധം? താടക ഒരു യക്ഷപുത്രിയായിരുന്നു. സുകേതു എന്ന യക്ഷന്റെ മകൾ. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സുകേതു നേടിയ വരപ്രകാരം അവൾക്ക് 1000 ആനകളുടെ ബലമുണ്ടായി. വളർന്നപ്പോൾ അവൾ സുന്ദൻ എന്ന അസുരന്റെ പത്നിയായി. പക്ഷേ മഹർഷേ, യക്ഷശ്രീയായ താടക എങ്ങനെയാണ് രാക്ഷസിയാകുന്നത്? പറയാം. അഗസ്ത്യമുനി സുന്ദനെ ശപിച്ച് നശിപ്പിച്ചു. അതിന് പ്രതികാരം ചെയ്യാൻ വന്ന താടകയെ അഗസ്ത്യൻ ശപിക്കുകയായിരുന്നു. എന്താണ് അഗസ്ത്യമുനി നൽകിയ ശാപം? നീ നരഭോജിയും വിരൂപയും വികൃതവദനയുമായ രൂപമായി തീരട്ടെ എന്നാണ് അഗസ്ത്യമുനി ശപിച്ചത്. അങ്ങനെയാണ് താടക രാക്ഷസിയും ഭീകരരൂപിയുമായത്. കാലാകാലങ്ങളായി അവൾ ഈ പ്രദേശം അടക്കി മുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്ത്രീ എന്ന പരിഗണന നൽകി നേർവഴി വെടിഞ്ഞു പോവുകയാണോ? അതോ ദുഷ്ടയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലെന്നുറപ്പിച്ച് നേരിട്ട് വധിക്കുകയാണോ? നേരിടുക, നിഗ്രഹിക്കുക. രൂപം കൊണ്ട് മാത്രമാണ് അവൾ സ്ത്രീ. സ്ത്രൈണഭാവം ഏതുമില്ല. ശിഷ്ടജന രക്ഷയ്ക്ക് വേണ്ടി ദുഷ്ടയെ സ്ത്രീ എന്ന പരിഗണന ഇല്ലാതെ തന്നെ വധിക്കാം. അതാണ് ധർമ്മനീതി. നീ അത് ചെയ്യണം രാമ. നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ.
സ്ത്രീഹത്യ പാപമാണ്. എന്നാൽ സ്ത്രീയുടെ സഹജഭാവം വെടിഞ്ഞ് സഹജീവിദ്രോഹവും ദുഷ്ടതയും വ്രതമാക്കിയതിലൂടെ താടക സ്ത്രീത്വത്തെ അതിലംഘിച്ചവളും സമൂഹത്തെ ദ്രോഹിക്കുന്നവളുമായി മാറുന്നു. പ്രജാക്ഷേമത്തിനും ദേശരക്ഷയ്ക്കും അനിവാര്യമെന്നു വന്നാൽ സ്ത്രീഹത്യയും തെറ്റല്ല എന്നാണ്